നമസ്കാരം മക്കളെ, എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ റൂം ബോയ്, സാനിറ്റേഷൻ വർക്കർ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് 7th ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും ഇൻഎലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു ബട്ടൺ ആയിരിക്കും കാണാൻ സാധിക്കുക. അതായത് എലിജിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻഎലിജിബിൾ ആണ്, ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എനിക്ക് SLC ഉള്ളത് കൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ലേ, എനിക്ക് +2 ഉള്ളത് കൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല, എനിക്ക് ഡിഗ്രി ഉള്ളതാണ് പ്രശ്നം എന്ന് കുറെ അധികം ആളുകൾ തപ്പി നടക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. മുഴുവൻ വീഡിയോയും കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ സംശയങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് തന്നെ ദൂരീകരിക്കാനായിട്ട് ശ്രമിക്കാം. നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ KDRBയുടെ വെബ്സൈറ്റിലേക്ക് പോകുന്നു. അങ്ങനെ വെബ്സൈറ്റിലേക്ക് കയറി അവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണ റെഡ് കളറിൽ കാണാനായിട്ട് പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കാനഡയിൽ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് പോകുക. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അതെങ്ങനെ ചെയ്യണമെന്നുള്ളതിന്റെ വീഡിയോയുടെ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ എവിടെയുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളതൊക്കെ അവിടെ പറയുന്നുണ്ട്. ദെൻ അതിനുശേഷം നിങ്ങൾ യൂസർ ID, പാസ്വേഡ്, ക്യാപ്ച എന്നിവ കൊടുത്ത് സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് എന്ത് വരും, ഇവിടെ ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത വെരിഫൈ OTP എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോവുകയാണ്. ആ പ്രൊഫൈലിൽ തന്നെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് കാണുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്ന ഐക്കൺ, ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറെ അധികം ലിസ്റ്റുകൾ വന്ന് കിടപ്പുണ്ട്. 38 വേക്കൻസികൾ, 38 പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസികൾ അവിടെ ഉണ്ട്. ദെൻ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതാണോ അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക. നമുക്കിപ്പോൾ റൂം ബോയ് നോക്കാം. അതായത് റൂം ബോയ് 7th ക്വാളിഫിക്കേഷൻ ആണ്. ദെൻ അതേപോലെ തന്നെ എല്ലാം കൗബോയ് 7th ക്വാളിഫിക്കേഷൻ ആണ്. അതേപോലെ സാനിറ്റേഷൻ വർക്കർ 7th ക്വാളിഫിക്കേഷൻ ആണ്. ഈ 7th ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകളിലാണ് ഇങ്ങനെ ഒരു പ്രശ്നമുള്ളത്. എന്താണ് പ്രശ്നമെന്ന് നമുക്ക് നോക്കാം. ആദ്യം റൂം ബോയ് എടുക്കുന്നു, അവിടെ ചെക്ക് എലിജിബിലിറ്റി കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ ആദ്യം ഒരു ഇൻഡിക്കേഷൻ വരും, അവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതേപോലൊരു ബട്ടൺ വരുന്നു, അവിടെ ഇൻഎലിജിബിൾ എന്ന റെഡ് അടിച്ച് കിടക്കുന്ന കാണാം. ഇവിടെ വരുമ്പോൾ എല്ലാവരും ചിന്തിക്കും, ഇൻഎലിജിബിൾ അല്ലേ, എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ലേ, എനിക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കിട്ടില്ലേ, ഞാൻ SSLC ഉള്ളതാണോ പ്രശ്നം, അല്ലെങ്കിൽ +2 ഉള്ളതാണോ പ്രശ്നം, ഡിഗ്രി ഉള്ളതാണോ പ്രശ്നം, ഇങ്ങനെ കുറെ അധികം സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു സംശയവും വേണ്ട മക്കളെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. എന്താണ് അതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻഎലിജിബിൾ ആയിരിക്കുന്നത് അറിയണ്ടേ? ജസ്റ്റ് റീസൺ ഫോർ ഇൻഎലിജിബിൾ എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. റീസൺ ഫോർ ഇൻഎലിജിബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അടുത്തൊരു ബട്ടണിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് വരിക. അതിന്റെ കാരണം ഇതാണ്. റൂം ബോയ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് 7th സ്റ്റാൻഡേർഡ് വേണം. എന്ത് വേണം, അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ ആൻഡ് 7th സ്റ്റാൻഡേർഡ് വേണം. നിങ്ങൾക്ക് എന്തില്ല, അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ ഉണ്ടോ? ഇല്ല. 7th സ്റ്റാൻഡേർഡ് ഉണ്ടോ? ഇല്ല. പക്ഷെ നമുക്കറിയാം മക്കളെ, 7ാം ക്ലാസ് കഴിയാതെ ഒരാൾ എന്തെടുക്കില്ല, SSLCയിലേക്ക് എത്തില്ല. 7ാം ക്ലാസ് കഴിയാതെ ഒരാൾ +2ലേക്ക് എത്തില്ല. 7ാം ക്ലാസ് കഴിയാതെ ഒരാൾക്ക് ഡിഗ്രി കിട്ടില്ല. ശരിയല്ലേ? അങ്ങനെയാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇക്വലൻസി ആയിട്ട് എന്ത് വെക്കാം, SSLC വെക്കാം. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ അപ്ലൈ വിത്ത് ഇക്വലൻസി എന്ന് പറയുന്ന ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്യണം. കിട്ടിയോ? അപ്പം നിങ്ങൾ ഇൻഎലിജിബിൾ ആണെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ നോക്കുക. അപ്ലൈ വിത്ത് ഇക്വലൻസി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നു, ഇക്വലൻസി ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ ഇക്വലൻസി ക്വാളിഫിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് SSLC എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ PDF നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ആ PDFന് എത്ര മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, 2 MBയിൽ കൂടുതൽ പാടില്ല. അപ്പൊ നിങ്ങൾ PDF ഒന്ന് സ്കാൻ ചെയ്യുക. PDF സ്കാൻ ചെയ്തത് 2 MBയിൽ താഴെയാണോ എന്ന് ഉറപ്പുവരുത്തുക. ഇനി 2 MBയിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് PDF സൈസ് റെഡ്യൂസർ എന്ന് കൊടുത്താൽ മതി. PDF സൈസ് റെഡ്യൂസർ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു സൈറ്റിൽ കയറ്റി ഇത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 MBയിൽ താഴെയാക്കി ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഫയൽ അവിടെ അപ്ലോഡ് ചെയ്ത് പ്രൊസീഡ് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു മക്കളെ, ആ ഒരു ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് ആ ഒരു പ്രൊഫൈലിനകത്തേക്ക് പോകാം. നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള വിൻഡോ ഓപ്പൺ ആയി കിട്ടും. മനസ്സിലായോ? അപ്പൊ എന്താണ്, നിങ്ങളുടെ പ്രശ്നമല്ല, ഇക്വലൻസി ആണ് കാണിക്കേണ്ടത്. അതിന് റീസൺ എന്താണെന്ന് നോക്കിയിട്ട് ഇക്വലൻസി കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വലൻസി വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് SSLCയുടെ PDF ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? അപ്പൊ SSLC ബുക്കിന്റെ PDF ചൂസ് ഫയലിൽ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പേരും മറ്റു കാര്യങ്ങളും കാറ്റഗറിയും ഒക്കെ കാണിക്കും. അവിടെ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന്
ചോദിക്കാം ക്വസ്റ്റ്യൻ പേപ്പർ. അതൊന്നെങ്കിൽ മലയാളം അല്ലെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തമിഴ്, ഇത് മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും പറ്റുള്ളൂ. മലയാളം, കന്നഡ, തമിഴ്. ദെൻ അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അർഹനാണോ എന്ന് ചോദിക്കുന്നു, അവിടെ എസ് കൊടുക്കുക. ദെൻ താങ്കൾ ഏതെങ്കിലും കുറ്റത്തിന് കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു, അവിടെ നോ കൊടുക്കുക. ദെൻ താങ്കളെ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു, അവിടെ നോ കൊടുക്കുക. ദെൻ താങ്കൾ എപ്പോഴെങ്കിലും ഡീബാർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അവിടെയും എന്ത് ചെയ്യുക, നോ കൊടുക്കുക. ഇനി ഏതെങ്കിലും ഒരു കാരണം ഉണ്ട് എങ്കിൽ ഈ ഫെനി എന്ന് പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക, ആ റിമാർക്ക് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ അപ്ലൈ ഫോർ ദ പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണും. അവിടെ അപ്ലൈ ഫോർ ദ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആർ യു ഷുവർ എന്നൊരു ഐക്കൺ വരും. അവിടെ യെസ് സബ്മിറ്റ് ഇറ്റ് എന്ന് കൊടുക്കുക. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഭാഗത്തിൽ സബ്മിറ്റ് ചെയ്ത് പേയ്മെന്റ് കൊടുക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. എങ്ങനെയാണ് പേയ്മെന്റ് ചെയ്യേണ്ടത്, LDCയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടെ ആ വീഡിയോ കൊടുത്തേക്കാം. ഇനി റൂംബോയുടെ ഒരു ആപ്ലിക്കേഷൻ വീഡിയോ, എങ്ങനെയാണ് റൂംബോയുടെ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടതെന്നുള്ള മുഴുവൻ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേടാ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നെലിജിബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം ഓർത്ത് പേടിക്കേണ്ടതില്ല. നമ്മുടെ LDCയുടെ ബാച്ചും അതേപോലെ തന്നെ ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ LDCയുടെ ബാച്ചും അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു ബാച്ച് കൂടിയുണ്ട്. നമ്മുടെ 7th സ്റ്റാൻഡേർഡ് വരുന്ന പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് കൂടിയുണ്ട്. അപ്പം നിങ്ങൾക്ക് ബാച്ചുകളിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. LDCയുടെ ബാച്ച് ആണെങ്കിൽ 3200 രൂപയും ദെൻ 7th സ്റ്റാൻഡേർഡ് ബാച്ച് ആണെങ്കിൽ 2999 രൂപയുമാണ്. ഈ എമൗണ്ട് ഇനി റിവൈസ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. 250+ അവേഴ്സിന്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ, 50+ അവേഴ്സിന്റെ ലൈവ് സെഷനുകൾ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ, വിശദമായിട്ടുള്ള ചോദ്യ പരിശീലനങ്ങൾ, ദെൻ ഡെയിലി ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകളൊക്കെ ആയി 7-ാം തീയതിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക, ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ഏപ്രിൽ മാസം 7-ാം തീയതി. ഇനി ഒരു ദിവസം കൂടിയേ ഉള്ളൂ. ഈ ഒറ്റ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ബാച്ചിലേക്ക് വരിക. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. അമൽ സാറിന് നേതൃത്വമുള്ള മോട്ടിവേഷൻ സെഷനുകളും പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന PDF മെറ്റീരിയലുകളും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണിത്. എത്രയും വേഗം 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് ബാച്ചിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേടാ? അപ്പൊ സെറ്റാണ്. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചിൽ കാണാം.